ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു. കിളിമാനൂർ നഗരൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. വെള്ളല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ കേശവപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണിപ്പോൾ. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷെബീദെ, കേൾക്കാമോ? ഈ വെള്ളല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്തല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്താ കിട്ടിയത്? ഊന്നൻകല്ല് നഗരൂരിലെ ഊന്നൻകല്ലാണ് ഈ അപകടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റോഡിൽ നിന്ന് വയലിലേക്ക് ബസ് വീണാണ് അപകടം എന്ന് ഞാൻ മനസ്സിലാക്കി. അല്പസമയം മുൻപാണ് ഈ അപകടം നടക്കുന്നത്. സ്കൂൾ തുറന്ന 2ാം ദിവസമാണ്. അപ്പോഴേക്കും ഈ അപകടങ്ങളുടെ സ്കൂൾ ബസ് അപകടങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. തിരുവനന്തപുരം നഗരൂർ ഊന്നൻകൽ, അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. വെള്ളല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് കുട്ടികളുമായി രാവിലെ പോയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും വയലിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപകടത്തിന്റെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നിലവിൽ പോലീസിനടക്കം ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി പോലീസൊക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അല്പസമയം മുൻപ് നാട്ടുകാർ ചേർന്നുകൊണ്ട് കുറച്ച് കുട്ടികളെ ഈ കേശവപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ആ സംഭവ സ്ഥലത്തേക്ക് അല്പസമയത്തുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. നിലവിൽ ഇപ്പോൾ ഇതുവരെയും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഈ സ്കൂൾ തുറന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ ഈ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ഗതാഗത വകുപ്പും ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു. മാത്രമല്ല കർശന നിർദ്ദേശവുമൊക്കെ നിരീക്ഷണമൊക്കെ നടപ്പാക്കി വരുന്നതിനിടെയാണ് തിരുവനന്തപുരം നഗരൂർ ഊന്നൻകല്ലിന് സമീപം ഈ സ്കൂൾ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.